അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എന്തെല്ലാം സുഖമായിരിക്കുന്നോ? ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഫെഡറൽ ബാങ്കിൽ മാഹിയിലുള്ള. അപ്പോൾ അവിടെ ഉള്ള ജീവനക്കാർ രാവിലെ നാസ്ത കഴിക്കാൻ പോയതാണെന്ന് പറഞ്ഞതിൽ ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അടുത്തുള്ള പാർക്കിലൊന്ന് കയറിയതാണ്. ഇവിടെ പിന്നെ എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്താലും മതിയാവൂല, സമയം പോയത് അറിയൂല കേട്ടോ. നല്ല അടിപൊളി വൈബാണ് പാർക്കിൽ വന്നിരുന്നാൽ. ബോട്ട് കാണുന്നില്ലേ, രാവിലെ തന്നെ മീനെല്ലാം പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് മായിപ്പാലത്തുള്ള മീൻ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഇവർ കേട്ടോ. നമ്മളധികം ഫ്രഷ് മീനെ കിട്ടാൻ ആ കാണുന്ന ഇതില്ല, അതാണ് മീൻ ചാപ്പ. മാഹി പാലത്തിലെ മീൻ ചാപ്പയാണ് അത്. അവിടെ പോയിട്ടാണ് അധികം മീൻ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ വാങ്ങാറുണ്ട്. ഉള്ളത് പറയാം, ഇപ്പം ഞാൻ ചുങ്കത്തുനിന്നാണ് വാങ്ങുന്നത്. പുഴമീൻ കിട്ടണമെങ്കിൽ അത് ആടെ പോകണം കേട്ടോ. മായിപ്പാലത്തുള്ള മീൻ ചാപ്പയിൽ പോയി കഴിഞ്ഞാൽ നല്ല പുഴമീനായിക്കോട്ടെ, പല മാതിരി ഐറ്റംസ് മീനുകൾ, പിടക്കുന്ന മീനുകൾ കിട്ടണമെങ്കിൽ അതാ മായിപ്പാലത്ത് പോകണം കേട്ടോ. അപ്പം അതൊക്കെ ആദ്യകാലങ്ങളിൽ ഞാനിവിടെ മായിൽ വന്നപ്പോൾ ഇങ്ങനെ അധികം എൻ്റെ മാപ്പിളിൻ്റെ ഉമ്മാക്ക് പടക്കുന്ന മീൻ വേണം, പൊയമീൻ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ടാണ് വാങ്ങിച്ചു കൊടുക്കുക. അതൊക്കെ ഇങ്ങനെ അയവിറക്കി കുത്തിരിക്കുന്നതായിരുന്നു. ഉമ്മ മരിച്ചു പോയില്ലേ. അങ്ങനെ പാർക്കിലെ കുറച്ച് കാഴ്ചകളെല്ലാം ഒന്ന് നടന്ന് കണ്ടു. പിന്നെ എന്താ പറയുക, രാവിലെ തന്നെ അതിനെക്കൊണ്ട് നല്ലൊരു വൈബ് തന്നെയാണ്. അതാ കാർമേഘങ്ങളെല്ലാം ഇങ്ങനെ കുനിഞ്ഞുകൂടി വരുന്നുണ്ട്, മഴ ചെറുങ്ങനെ പൊടിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ എക്സസൈസ് എടുക്കാനും നടക്കാനും, നടപ്പാതയും കൂടിയാണ് ഇത്, നടക്കാനും എല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഒന്നാമത് ടൈമിൽ മക്കളെ ദർസിലൊക്കെ ആക്കി കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ വരുത്തില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ നടന്ന് എക്സസൈസ് എടുക്കുന്ന ആ ഭാഗമെല്ലാം ഒന്നിങ്ങനെ വന്നതാണ്. നോക്കുമ്പോൾ എൻ്റെ ബയ്യെ തന്നെ ഒരാണുങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എടുക്കുന്നില്ലേ, ഒന്ന് വ്യായാമമൊക്കെ ഒന്ന് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഇവിടെ വന്ന് ചെയ്തിട്ട് എന്താ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ്ടേ എന്ന് പറഞ്ഞു ഞാൻ. അതൊക്കെയാ മൂപ്പര അങ്ങനെ ഒരു കൂസലും ഇല്ലാണ്ട് വന്ന് ഡെയിലി ചെയ്യുന്ന ആളാ പോലും ഡെയിലി വന്ന് ചെയ്യുന്നുണ്ട്, നല്ല മാറ്റവും കാണുന്നുണ്ട്. എന്നോട് പറയുന്നത്, നമ്മൾ പുറത്ത് ജിമ്മിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ ക്യാഷ് കൊടുക്കണ്ടേ, ഇവിടെ ഫ്രീ അല്ലേ? അത് ശരിയാണ് കേട്ടോ, മാഹിയിലെ എല്ലാത്തിനും ഫ്രീ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മദ്യത്തിന് മാത്രമല്ല, മദ്യത്തിന് വില കുറവാണ് എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്, നമുക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഇനി അതും പറഞ്ഞ് എൻ്റെ മേലെ വരല്ലേ. അതല്ലാണ്ട് ബാക്കിയുള്ള ഐറ്റംസുകൾക്കെല്ലാം വില കുറവാണ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതാ വ്യായാമം സൗജന്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൗജന്യമാണ് കേട്ടോ. വരാൻ പറ്റാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. എനിക്ക് ആ ടൈമിന് രാവിലെ വരുന്നാണെങ്കിൽ രാവിലെ വന്നിട്ട് ചെയ്യണം, പക്ഷെ വരാൻ പറ്റൂല. ഈ കുട്ടികളെ ദർശിക്കൊണ്ടാക്കലും വീട്ടിലത്തെ ജോലിയും എല്ലാം കൂടിയായിട്ട് ഞാൻ പോക്കില്ല, ഇവിടെ വരുത്തില്ല അങ്ങനെ. അപ്പോൾ ഇവരെല്ലാത്തിലും കയറിയിട്ടെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കൊക്കെ മഴ നല്ലോണമായി വരുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് മഴ വരുന്നുണ്ട്, എന്താ ചെയ്യല്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ നേരത്തെ കണ്ട ആ ബോട്ടാണ് കേട്ടോ. മായിപ്പാലത്തിൻ്റെ ആടെ മീൻ ചാപ്പേൻ്റെ അടുത്ത് എത്താനായി ആ ബോട്ട് മീനും കൊണ്ട് പോകുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അത്. എന്താ, ജീവൻ പണയം വെച്ച് കടലിൽ പോയിട്ട് മീനും പിടിച്ച് വന്ന് നമ്മൾ വില പേശു അല്ലേ. നമ്മൾക്ക് മീൻ വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്താണ്, അത് ഭയങ്കര വിലയാണ്. പക്ഷെങ്കിൽ ഇവർ വരെ ജീവൻ പണയം വെച്ചിട്ടാണ് കടലിൻ്റെ അടിയിൽ പോയിട്ട് മീനും എടുത്തിട്ട് വരുന്നത്. ഇതൊന്നും നമ്മൾ ചിന്തിക്കാണ്ട് നമുക്ക് നമ്മളെ പൈസ നഷ്ടം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ നിന്നൊക്കെ വാങ്ങുന്ന മീൻ ഞാൻ എടുത്ത് പറയാം, ഒരു നഷ്ടവും ഇല്ല. പൊന്നു കൂട്ടുകാരെ, എത്ര പൈസ കൊടുത്താലും ഇവിടുത്തെ മീൻ കഴിച്ചാലും പൂതി മാറില്ല. അത്രയും നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം അവിടെ ആര്യത്തുള്ള ബെഞ്ചിലെല്ലാം കുത്തിയിരുന്ന് കല്ലുമക്കായി എല്ലാം ഇങ്ങനെ ഉണ്ടേനു. കല്ലുമക്കായി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച അവിടെ കല്ലുമലെല്ലാം നിൽക്കുന്നതെല്ലാം കണ്ടിന് ഞാൻ. ഞണ്ട് ഇഷ്ടം പോലെ ഉണ്ട്, ഞണ്ടുണ്ട്, എല്ലാ മാതിരി ഉണ്ട്. ഇങ്ങനെ കുത്തിയിരുന്ന കാണുമ്പോൾ ഇരുന്ന് മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. ആ കാണുന്നതിലെല്ലാം കല്ലുമക്കായി എല്ലാം ഉണ്ട്. ഞാൻ ഇടക്ക് നോക്കുമ്പോൾ ഈ മനുഷ്യന് ഓരോന്നിലും കയറിയിട്ട് ഇതാണ് പണി കേട്ടോ. നോക്കിയാ നടക്കുന്നത്, വായുവിൽ നടക്കുന്ന മനുഷ്യനെ കണ്ടിക്കങ്ങൾ. മൂപ്പർ കുറേ എന്നെ ക്ഷണിച്ചിന്, എന്നാലും ഒന്ന് ചെയ്ത് നോക്കെന്ന് പറഞ്ഞിട്ട് അതാ ഊഞ്ഞാലാടുന്ന് കുറേ ചിരിക്കും ചെയ്ത്. ഞാൻ വല്ലാത്തൊരു
ഇത് കാണുമ്പോൾ നമുക്ക് ചിരി വരും, പക്ഷെ നമ്മളെ ശരീരം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. നല്ല ബോഡി കിട്ടും. സൗജന്യമായിട്ട് ഇങ്ങനെയൊക്കെ എവിടുന്നാണ് അല്ലേ? മാഹി എന്നല്ലാണ്ട് വേറെ എവിടുന്നാണ് ഇങ്ങനെയെല്ലാം? ഗ്രീൻ മാഹി ആൻഡ്